ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കോഴിക്കോട്ട് നിന്ന് വരുന്നുണ്ട്. അവിടെ ജയലക്ഷ്മി സിൽക്സിൽ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽസുകളിലൊന്നായ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ ജയലക്ഷ്മിയിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരിക്കുന്നുവെന്ന നടുക്കമുളവാക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ജയലക്ഷ്മി സിൽക്സിൻ്റെ ഉൾഭാഗത്ത് വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നു. തീ കത്തിപ്പിടിക്കുന്നത് കാണാം. പുറത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലൊന്നാണ് ജയലക്ഷ്മിയിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരിക്കുന്നു. നന്ദഗോപാലുണ്ട്. നന്ദു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പൂർണ്ണമായും അണക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണോ? ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണോ നന്ദു? നമ്മളിപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഫയർഫോഴ്സ് കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വസ്ത്രവ്യാപാര സ്ഥാനമാണ്. നിരവധി തുണിത്തരങ്ങളൊക്കെയുള്ള സമയമായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ തീ പടരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നടക്കുന്ന പ്രധാനപ്പെട്ട നടപടി. അതോടൊപ്പം 3 യൂണിറ്റ് ഇങ്ങോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 6:15 കൂടിയാണ് ഇവിടെ കെട്ടിടത്തിൽ നിന്നും തീ പുക ഉയരുന്നത് കണ്ടത്. ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയും ഉൾപ്പെടെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കോഴിക്കോട് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടേക്ക് എത്തി തീ അണയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് തീപിടുത്തം നടന്നിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. തീ ഉള്ളിലേക്ക് പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാര്യം. ഇവിടെ നമുക്ക് അറിയുന്നത് പോലെ ഈ വസ്ത്രവ്യാപാര സ്ഥാപനമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടരാനുള്ള ഒരു സാധ്യതയാണ് ഇതിൻ്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 3 വർഷം മുൻപ് സമാനമായ രീതിയിൽ ഈ ജയലക്ഷ്മി സിൽസിൽ തന്നെ ഈ ഭാഗത്തായി തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വളരെ പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് ആളുകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വസ്ത്രം വാങ്ങാൻ വരുന്നവരാണ്. നിരവധി ജീവനക്കാർ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാവരെയും പുറത്തേക്ക് ആക്കാൻ സാധിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു അപകട സാധ്യത കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ തീ വീണ്ടും പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഒരു ഭാഗത്ത് തീ അണയ്ക്കുകയാണെങ്കിലും മറ്റു 2 നിലയാണോ ആ ബിൽഡിംഗ് ഉള്ളത്? രണ്ടാമത്തെ നിലയിലാണോ തീ കത്തിപ്പിടിച്ചത് ആദ്യം നന്ദു? രണ്ടാം നിലയിലേക്ക് തീ ആളിക്കത്തി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ദൃക്സാക്ഷികൾ പറഞ്ഞത് രണ്ടാം നിലയിൽ നിന്നും പുക ഉയരുന്നു എന്നുള്ളതാണ് അവർ ആദ്യം കണ്ടത്. ഉടൻ തന്നെ ആളുകളെ അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും സമീപത്തുള്ള കടയിലെ ആളുകളൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത് ഒരു ഭാഗത്തു നിന്നും തീ വീണ്ടും ആളിക്കത്തുന്ന ഒരു നിലയുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഫ്ലെക്സ് ഉൾപ്പെടെ വെച്ചാണ് ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഫ്ലെക്സും അത്തരത്തിലുള്ള പെട്ടെന്ന് തീ കത്തുന്ന സാധനങ്ങളൊക്കെ വല്ലാതെ തീ പടർന്നു പിടിക്കുന്ന ഒരു സ്ഥിതി ഇവിടെയുണ്ട്. ഇപ്പോൾ നമുക്ക് അതാണ് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത്. ഫയർഫോഴ്സ് ഒരു ഭാഗത്തു നിന്നും തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പോലും മറുഭാഗത്ത് വീണ്ടും തീ ആളിക്കത്തുന്ന നിലയുണ്ട്. ഏതായാലും ഫയർഫോഴ്സിനെ സംബന്ധിച്ച് പെട്ടെന്ന് വാഹനങ്ങൾക്ക് ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ്. ഫയർഫോഴ്സിന് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. 3 യൂണിറ്റ് നിലവിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അതുകൊണ്ട് പൂർണ്ണമായും ഇത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സൂചിപ്പിച്ചതുപോലെ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് വേഗം എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടാകും. പക്ഷേ പുറത്തു നിന്നാണ് ഈ വെള്ളം ചീറ്റുന്നത് അത്രയും. അപ്പോൾ പുറത്തു നിന്നുള്ള ഈ ശ്രമങ്ങൾ എത്ര കണ്ട് വേഗത്തിൽ ഫലം കാണുമെന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അകത്തേക്ക് കയറാൻ ഒക്കണം, അത് പക്ഷേ വേഗത്തിൽ സാധ്യമല്ലല്ലോ അല്ലേ? നിലവിൽ അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുറത്തു നിന്നും ഉള്ളിലേക്ക് തീ കത്തുന്ന ഭാഗത്തേക്ക് വെള്ളം നേരിട്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഫയർഫോഴ്സിന്. പക്ഷേ ഇതുകൊണ്ട് മാത്രമായില്ല, ഉള്ളിലേക്ക് തീ പടർന്നു പിടിക്കുന്തോറും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വസ്ത്രങ്ങളാണ്. തീ പടർന്നു പിടിക്കാൻ അധികം സമയം വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ആ തീ പടർന്നു പിടിക്കാനുള്ള നടപടികൾ കൂടെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും തീ പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ കൂടെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് ഫലമാകുന്നില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വസ്ത്രങ്ങളും അതോടൊപ്പം ഫ്ലെക്സുകളും ഒക്കെ കത്തുന്നത് കൊണ്ട് തന്നെ കറുത്ത പുക കൂടെ ഇവിടെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. അതായത് ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടെ തരണം ചെയ്തുകൊണ്ട് വേണം ഫയർഫോഴ്സിന്
ഈ തീ അണയ്ക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് വേണ്ട നടപടികൾ ഉൾപ്പെടെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത് പോലെ ഫ്ലക്സിന്റെ ഉള്ളിൽ നിന്നൊക്കെ തീ വരുന്നുണ്ട്. പല ഭാഗത്തായി തീ പടർന്നു പിടിക്കുക തന്നെയാണ് സൈഫുദ്ദീൻ. അതാണ് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. തീ ഒരു ഭാഗത്ത് ഫയർഫോഴ്സ് പൂർണ്ണമായും അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തീ ഇങ്ങനെ പടർന്ന് ഒരു വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. ആളി കത്തുകയാണ്. അത് പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ആശങ്കാജനകമായ കാര്യം.